തിരൂർ സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി OTS 2025. ഇത് ഉപഭോക്താക്കൾ മാക്സിമം ഉപയോഗപ്പെടുത്തണമെന്ന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA പത്മകുമാർ. കേരള സർക്കാരിന്റെയും കേരള സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെയും ആഭിമുഖ്യത്തിൽ തിരൂർ സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ വായ്പാ കുടിശ്ശിക വരുത്തിയിട്ടുള്ള വായ്പക്കാർക്ക് അവരുടെ കുടിശ്ശിക തീർത്ത് വായ്പയിലേക്ക് കൃത്യമായി തിരിച്ചടവ് നടത്തുന്നതിനായി ആകർഷകമായ പലിശയിളവുകളിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2025 ആവിഷ്കരിച്ചു. 2025 ജനുവരി 2-ാം തീയതി മുതൽ ഫെബ്രുവരി 28-ാം തീയതി വരെയാണ് പദ്ധതിയുടെ കാലാവധി. തിരൂർ സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ ഓവർഡ്യൂ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് OTS സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ മാസം 28-ാം തീയതിക്കകം വായ്പ തീർത്തടയ്ക്കുന്നവർക്ക് വലിയ ആനുകൂല്യമാണ് പലിശ കുറച്ചു കൊടുത്തുകൊണ്ട് ബാങ്ക് നടത്തി വരുന്നത്. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് അല്ലെങ്കിൽ അടയ്ക്കുന്നവർക്ക് 15% മേൽ പലിശയിൽ ഇളവ് കൊടുക്കാനും അതുപോലെ തന്നെ റിസ്ക് ഫണ്ട് ആനുകൂല്യം കൊടുക്കാനൊക്കെ ബാങ്കിന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പദ്ധതി വായ്പാ കുടിശ്ശിക ഉള്ള ആളുകൾ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ മാസം 28-ാം തീയതിക്കകം അവരുടെ വായ്പാ കുടിശ്ശിക തീർക്കുകയാണെങ്കിൽ വലിയ വലിയ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അതെല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വായ്പാ കുടിശ്ശികയായിട്ടുള്ള വായ്പക്കാർ മേൽക്കാലയളവിനുള്ളിൽ കുടിശ്ശിക തീർത്തടയ്ക്കാവുന്നതിനായി ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താവുന്നതാണെന്ന് ബാങ്ക് ഭരണസമിതി അറിയിച്ചു. കുടിശ്ശികക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ്. പരമാവധി കുടിശ്ശികക്കാരെ ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ EP അദാലത്തുകളും മറ്റും സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വിവരങ്ങളും ബാങ്കിന്റെ ഹെഡ് ഓഫീസും ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. തിരൂർ ബ്രാഞ്ചിൽ 17/2 അദാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പരമാവധി ആൾക്കാർക്ക് വായ്പാ കുടിശ്ശികയായുള്ള എല്ലാവർക്കും ബന്ധപ്പെട്ട് അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് അറിയാവുന്നതും 28/2 അത് ലോൺ ക്ലോസ് ചെയ്യുകയോ കുടിശ്ശിക തീർക്കുകയോ ചെയ്ത് അത് അവൈൽ ചെയ്യാവുന്നതുമാണ്. അതുപോലെ 18-ാം തീയതി താനൂർ ബ്രാഞ്ചിൽ ഇതേപോലെ അദാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലും ആ പ്രദേശത്തുള്ള ആ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട എല്ലാ വായ്പക്കാർക്കും ഇത് അവൈൽ ചെയ്യാവുന്നതാണ്. 19-ാം തീയതി വളാഞ്ചേരി ശാഖയുടെ കീഴിലും അദാലത്തുണ്ട്. ഈ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇതിൻ്റെ ടൈമുള്ളത്. ആ സമയത്തിൻ്റെ ഉള്ളിൽ വന്ന് ബാങ്ക് മാനേജ്മെൻറ്റ്, സെയിൽ ഓഫീസർ എന്നിവരായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ കണക്കുകളും മറ്റും പരിശോധിച്ച് നിങ്ങൾക്ക് അർഹതപ്പെട്ട സെറ്റിൽമെൻറ്റ് എമൗണ്ട് അറിയാവുന്നതും 28/2 ഇത് സെറ്റിൽ ചെയ്ത് അവർക്ക് ഈ വായ്പയുടെ ഭാരം കുറച്ച് കൃത്യമായ തിരിച്ചടവ് തുടർന്നു പോകുന്നതാണ്. വായ്പാ കാലയളവിനുള്ളിൽ മരണമടഞ്ഞ വായ്പക്കാരുടെ വായ്പകൾക്കും മാരകരോഗം ബാധിച്ചവരുടെ വായ്പകൾക്കും പ്രത്യേകം പലിശയിളവ് നൽകുന്നതാണെന്നും കൂടാതെ കൃത്യമായി തിരിച്ചടയ്ക്കാവുന്ന വായ്പകളുടെ പലിശമേൽ 15% ഇളവും ബാങ്ക് നൽകുന്നുണ്ടെന്നും പ്രസിഡന്റ് അഡ്വക്കേറ്റ് പത്മകുമാർ പറഞ്ഞു. തിരൂർ ബ്രാഞ്ചിലും 18-ാം തീയതി ചൊവ്വാഴ്ച താനൂർ ബ്രാഞ്ചിലും 19-ാം തീയതി വളാഞ്ചേരി ബ്രാഞ്ചിലും ഇതിൻ്റെ അദാലത്ത് OTS അദാലത്തുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ അദാലത്തിൽ പങ്കെടുത്തുകൊണ്ട് പരമാവധി പ്രയോജനം കൈപ്പറ്റി അവർക്ക് ലോൺ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെക്രട്ടറി P. ചിത്ര, NM മഹേഷ് എന്നിവർക്കൊപ്പമാണ് അഡ്വക്കേറ്റ് പത്മകുമാർ മാധ്യമങ്ങളെ കണ്ടത്. ന്യൂസ് 99 തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.